മുനമ്പം വഖഫ് ഭൂമി കേസ് പരിഗണിക്കുന്നത് കോഴിക്കോട്ടെ വഖഫ് ട്രൈബ്യൂണൽ അടുത്ത മാസം 6 മാറ്റി. മുനമ്പം കേസിൽ ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ അപ്പീലാണ് കോടതി പരിഗണിച്ചത്. വഖഫ് സംരക്ഷണ സമിതി കേസിൽ കക്ഷി ചേരാൻ കോടതിയിൽ അപേക്ഷ നൽകി. മുനമ്പത്തെ വിവാദ ഭൂമി ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് വിൽപ്പന നടത്തിയതെന്ന് കണ്ടെത്തി 2019 വഖഫ് ഭൂമിയാണെന്ന് വ്യക്തമാക്കി വഖഫ് രജിസ്റ്ററിൽ ചേർത്തിരുന്നു. സബ് രജിസ്ട്രാർ ഓഫീസിൽ ഇക്കാര്യം രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ 2 തീരുമാനങ്ങളും ചോദ്യം ചെയ്താണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ചത്. കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൽ മാധ്യമങ്ങൾക്ക് വിലക്ക്. മുനമ്പം കേസിലെ കോടതി നടപടികൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന് ജഡ്ജി രാജൻ തട്ടിൽ നിർദ്ദേശിച്ചു. മുനമ്പം കേസിൽ ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ അപ്പീൽ പരിഗണിക്കവെയാണ് മാധ്യമങ്ങളെ വിലക്കിക്കൊണ്ട് ട്രൈബ്യൂണൽ നിലപാടെടുത്തത്. മുനമ്പം ഭൂമി പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച നിർണായക യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. 4 മണിക്ക് മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് യോഗം. പ്രദേശവാസികൾക്ക് ഭൂമിക്ക് മേലുള്ള അവകാശം എങ്ങനെ പുനഃസ്ഥാപിക്കാം എന്നതാണ് സർക്കാർ പരിശോധിക്കുന്നത്. മന്ത്രിതല ഉപസമിതി രൂപീകരിക്കുന്നതും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. പ്രശ്നപരിഹാരത്തിന് വഴിയൊരുങ്ങുമെന്ന പ്രതീക്ഷയിലാണ് മുനമ്പത്തുകാർ. ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകും. ഡാൻ, എന്തൊക്കെ പോംവഴികളാണ് പ്രധാനമായും സർക്കാരിന്റെ ആലോചനയിലുള്ളത്? എന്തോ പ്രധാനമായി ഡിജിറ്റൽ സർവേ, ഈ വഖഫ് ഭൂമി ആണ് എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ ഡിജിറ്റൽ സർവേ നടത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കും എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും സമവായ നീക്കം തന്നെയാണ് സർക്കാരിന്റെ ഇന്നത്തെ ഈ പ്രധാനപ്പെട്ട ചർച്ചയിലെ ഒരു അജണ്ടയായി മാറുക. അതിൽ വഖഫ് ബോർഡ് ചെയർമാൻ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. റവന്യൂ നിയമ വകുപ്പ് മന്ത്രിമാർ, അതോടൊപ്പം ചീഫ് സെക്രട്ടറി, അതോടൊപ്പം വിവിധ വകുപ്പ് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. നേരത്തെ ഫറൂഖ് കോളേജ് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കേസിൽ കക്ഷി ചേരുന്ന നടപടികളെ കുറിച്ചുകൂടി യോഗം ചർച്ച ചെയ്യും. അതോടൊപ്പം സർക്കാർ നിലപാട് ആരെയും ഈ വഖഫ് ഭൂമിയിൽ നിന്ന്, വഖഫിന്റേതെന്ന് അവകാശപ്പെടുന്ന ഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കുന്നതല്ല എന്ന സർക്കാർ നിലപാട് കൃത്യമായി ഉന്നതതല യോഗത്തിൽ വഖഫ് ബോർഡ് ചെയർമാനെ അടക്കം സർക്കാർ ബോധിപ്പിക്കും. മുഖ്യമന്ത്രി അടക്കം ഇക്കാര്യം വ്യക്തമാക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ വഖഫ് ബോർഡ് ചെയർമാൻ ഈ വിഷയത്തിൽ എന്ത് നിലപാടായിരിക്കും ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ എടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട സമവായ നീക്കത്തിന്റെ ഭാഗമായി സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ നടപടികളിലേക്ക് കടക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരാനുള്ളത്. നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് അങ്ങനെ നിയമപരമായ വഴികളിലേക്ക് പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമായി സർക്കാർ കടക്കുന്ന തരത്തിലുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കം വിഷയത്തിൽ കൃത്യമായി ഈ പ്രദേശവാസികൾക്ക് സംരക്ഷണം നൽകുന്ന തരത്തിലുള്ള നിലപാടായിരിക്കും സർക്കാരിന്റേതെന്ന് നേരത്തെ തന്നെ ഉറപ്പ് വരുത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നിങ്ങനെ യോഗം ചേരാൻ പോകുന്നത്. അല്പസമയത്തിനകം 4 മണിക്ക് കോൺഫറൻസ് ഹാളിൽ, മുഖ്യമന്ത്രി കോൺഫറൻസ് ഹാളിലാണ് യോഗം ചേരുന്നത്. വഖഫ് ഭൂമി പ്രശ്നത്തിൽ ഒരു പരിഹാരം തേടുകയാണ് സർക്കാർ.